Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധേയരായ 2 മലയാളികളിൽ ഒരാൾ ചീമേനി പൊതാവൂർ സ്വദേശി പെരുന്തട്ട വീട്ടിൽ മുരളീധരൻ. ചീമേനിയിലും മറുനാട്ടിലും ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചേറ്റിയ മുരളീധരൻ നാട്ടുകാരെയും വീട്ടുകാരെയും കാണാതെയാണ് എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും പുറത്തായത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം എത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളയാട്ടത്തിൽ കെട്ടിയാടിയ തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 അംഗ സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, ആയുർവേദ കോളേജ് എന്നിവയും അനുബന്ധ സ്ഥാപനങ്ങളും അറിയപ്പെടേണ്ടത് കടന്നപ്പള്ളി എന്ന പേരിൽ പ്രമേയം പാസാക്കി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ബിഹൈൻഡ് ദ കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി 2025 നാടക പ്രതിഭ. കണ്ണൂർ സരസ്വതിക്ക് നാടക ഗുരുപൂജ പുരസ്കാരം. നാടകരംഗത്തെ യുവപ്രതിഭയായി എമിൽ മാധവിയെ തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധേയരായ 2 മലയാളികളിൽ ഒരാൾ ചീമേനി പൊതാവൂർ സ്വദേശി പെരുന്തട്ട വീട്ടിൽ മുരളീധരൻ. ചീമേനിയിലും മറുനാട്ടിലും ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചേറ്റിയ മുരളീധരൻ നാട്ടുകാരെയും വീട്ടുകാരെയും കാണാതെയാണ് എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും പുറത്തായത്. ഫെബ്രുവരി 15 യുഎഇയിൽ മുരളീധരന്റെ ശിക്ഷ നടപ്പിലാക്കിയത്. തലേനാൾ ഇയാൾക്ക് വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നതിന് അവസരം നൽകിയിരുന്നു. ശിക്ഷ നാളെ നടപ്പിലാക്കുമെന്ന് മാത്രമാണ് മുരളീധരൻ മാതാവ് ജാനകിയോട് പറഞ്ഞത്. സംസ്കാരം മാർച്ച് 6 വ്യാഴാഴ്ച നടക്കുമെന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ വീട്ടുകാർക്ക് അവസരം നൽകുമെന്നും അറിയിച്ചിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു വീട്ടുകാർ. ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. 2006 നാട്ടിൽ നിന്നും പോയ മുരളീധരൻ 2009 നാട്ടിൽ തിരിച്ചെത്താൻ ശ്രമം നടത്തുന്നതിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 1982 നവംബറിൽ ജനിച്ച മുരളീധരൻ നാട്ടിലും മറുനാട്ടിലും ഫുട്ബോളിൽ മിന്നും താരമായിരുന്നു. ചീമേനി പൊതാവൂർ ദേശാഭിമാനി ക്ലബിന്റെ കളിക്കാരനായിരുന്നു മുരളീധരൻ. 1.5 പതിറ്റാണ്ട് കേരളത്തിലെ വിവിധ കളിക്കളങ്ങളിൽ കാൽപന്ത് കളിയിൽ സജീവമായിരുന്നു മുരളീധരൻ എന്ന് കയ്യൂർ ചീമേനി പഞ്ചായത്ത് 6ാം വാർഡംഗം ശോഭന പറഞ്ഞു. 14 വിളിച്ച് ബന്ധപ്പെട്ട് പറയുന്നുണ്ടായത്. 15 ഇതുപോലെ എൻ്റെ ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലാണ് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായത്. 2006 മുരളി ഗൾഫിൽ പോയിട്ടുണ്ടായത്. 2009 വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കൂടുതലായിട്ട് അവിടെ ഇടപെടേണ്ട കാര്യത്തിലുള്ള അച്ഛനാടി ഉണ്ടായിട്ടാകുമ്പോൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ അബുദാബിയിൽ ഡ്രൈവറായിരുന്ന പിതാവ് PV കേശവൻ 7 വർഷത്തോളമായി നാട്ടിലാണുള്ളത്. സഹോദരി സൗമ്യ, അനുജൻ മുകേഷ്. ശിക്ഷ ഒഴിവാക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന ഭരണകൂടവും ഇടപെട്ടിരുന്നതായി അധികൃതർ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായ മുഹമ്മദ് റിനാഷാണ് യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധേയനായ മറ്റൊരാൾ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി കാണാം തൃക്കരിപ്പൂർ ശ്രീരാമവില്യം പെരുങ്കളയാട്ട വാർത്തകൾ. 25 സംവത്സരങ്ങൾക്ക് ശേഷം എത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളയാട്ടത്തിൽ കെട്ടിയാടിയ തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ മുതൽ നിരവധി തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്.
നാടിന്റെ മഹോത്സവമായി മാറിയ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ രണ്ടാം ദിനത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി. നീളൻ മുടിയേറിയ വല്ലാർകുളങ്ങര ഭഗവതി, ആയിട്ടി ഭഗവതി എന്നിവയ്ക്കൊപ്പം കല്ലക്കര ചാമുണ്ടിയും രക്തചാമുണ്ടിയും ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹമേകി. രാവിലെ 6 മണി മുതൽ രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വല്ലാർകുളങ്ങര ഭഗവതി, ആയിട്ടി ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, പൂമാരുതൻ ദൈവം തിറ, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു നടക്കുന്ന പെരുങ്കളയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 അംഗ സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. ഫ്രാൻസിലെ ലിയോൺ സ്വദേശിയും യോഗ പരിശീലകയുമായ സിൽവി ഗ്യൂവിന്റെയും ഡെന്നിസിന്റെയും നേതൃത്വത്തിലാണ് ഇവരെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 10:30 രാമവില്യം കഴക സന്നിധിയിലെത്തിയ ഫ്രാൻസ് സംഘം വലിയ മുടിയേറ്റിയ വല്ലാർകുളങ്ങര ഭഗവതിയെ കണ്ട് മഞ്ഞൾക്കുറി വാങ്ങി. ക്യാമറയിൽ വിവിധ ഫ്രെയിമുകൾ പകർത്തുകയും തെയ്യത്തിന്റെ ഐതിഹ്യം ചോദിച്ചറിയുകയും ചെയ്തു. കേരളത്തിലെ ആയുർവേദ ചികിത്സയും അപൂർവതയുള്ള തെയ്യക്കോലങ്ങളുടെ ഉറഞ്ഞാട്ടവും അനുഭവിച്ചറിയാൻ 15 ദിവസം മാത്രമുള്ള യാത്രയ്ക്കായാണ് ഫ്രാൻസ് സംഘം എത്തിയിട്ടുള്ളത്. ഒരാഴ്ചയായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖാദിയുള്ള കേരളത്തിലെത്തിയിട്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ വലിയ പറമ്പിന്റെ മനോഹാരിത ഈ ദിവസങ്ങളിലൊക്കെയും ആസ്വദിക്കുകയായിരുന്നു ഇവർ. മറക്കാനാകാത്ത അനുഭവമാണ് തെയ്യങ്ങളുടെ നടനമെന്ന് ഡെന്നീസ് പറഞ്ഞു. ഇവരുടെ ഗൈഡായ കണ്ണൂർ സ്വദേശി ഷനൂബാണ് പെരുങ്കളിയാട്ടത്തിനെത്താൻ സൗകര്യമൊരുക്കി നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന വ്യത്യസ്തരായ ചില മനുഷ്യർ നമുക്ക് ചുറ്റിലും ഉണ്ടാകാറുണ്ട്. രാമവില്യം കഴകം പെരുങ്കളിയാട്ട നഗരിയിലെത്തിയാൽ അത്തരത്തിലൊരു മനുഷ്യനെ നമുക്ക് കാണാം. പൂലേരി കുഞ്ഞികൃഷ്ണൻ. തന്റെ 60-ാം വയസ്സിലും അസാമാന്യ ഊർജവുമായി എല്ലാ ജോലിയും ഓടി നടന്ന് ചെയ്യുന്ന കുഞ്ഞികൃഷ്ണനെ ക്ഷേത്ര ആചാരങ്ങളും ചടങ്ങുകളും ഹൃദിസ്ഥമാണ്. 25 വർഷത്തിന് ശേഷം ഇവിടെ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും അതിൻ്റെ ഭാഗമാവുകയാണ്. എല്ലാ പണികളിലും അവർ കൃത്യമായി ഇടപെടുകയാണ്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ടനും എല്ലാവർക്കും ഒപ്പം ഒരു നിമിഷം പോലും നിൽക്കാൻ സമയമില്ലാതെ ഇവിടെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായി ഇവിടെ ഈ ക്ഷേത്രത്തിലുമൊക്കെ ഇങ്ങനെ ഊർജ്ജസ്വലനായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ. ഇപ്പം നമ്മൾ വേളത്ത് തുടങ്ങുന്ന മുതൽ ഇങ്ങനെ ഇവിടുത്തെ വേളത്ത് എല്ലാ നാട്ടിലും പിടിക്കും. അപ്പോൾ ആ വേളത്ത് തുടങ്ങുന്ന മുതൽ നമ്മൾ ഇവിടെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് കൃഷ്ണേട്ടന് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് എന്നാണല്ലേ? അതെ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ 74 മുതൽ 99 കളിയാട്ടം, ഇപ്പോൾ 2025 കളിയാട്ടം എല്ലാത്തിനും ഫുൾ സജീവമായിട്ട് നിൽക്കുകയും എല്ലാ സ്ഥലത്തും ഓടിയെത്തും. ഇപ്പോൾ അടിയന്തരം കഴിക്കുന്ന അടിയന്തരത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ആടെത്തി. ഇപ്പം ഭക്ഷണത്തിൻ്റെ ആടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് കൃഷ്ണേട്ടൻ. പറഞ്ഞതുപോലെ തന്നെ അടിയന്തര കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ ആ കർമ്മങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നു. നമ്മളിപ്പോൾ കണ്ടത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒരുക്കുന്നിടത്തായിരുന്നു. അവിടെയും കറികൾ എടുക്കുവാനും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ എത്ര കാലമായിട്ട് ഇവിടെയുണ്ട്? ചെറിയ പ്രായം മുതലേ? എൻ്റെ അച്ഛൻ ഒരു 6 വയസ്സ് മുതൽ വരുന്നുണ്ട്. ചെറുപ്പത്തിലേ വരും. ആട്ടോസിലിട്ട് നടക്കുമ്പോഴേ അച്ഛൻ്റെ കൂടെ ഒന്ന് അങ്ങനെ പരിചയപ്പെട്ടു. മറ്റ് ഞാനൊക്കെ ആരും പറഞ്ഞു തന്നതോ ഇതൊന്നുമല്ല. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അച്ഛനാണ് പടക്കൃഷ്ണനായിട്ടുണ്ടായത്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ തുടർന്ന്
വരുന്നുണ്ട്. കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെയാണോ ആദ്യം ഓർമ്മ വരുന്നത്? കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തെ വളരെയധികം കലറി കൂടിയിട്ടും വളരെയധികം ഇതായിട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉള്ളിലൊന്നും പ്രവർത്തിച്ചിട്ട. അപ്പോൾ നമ്മൾ കലറിയിലാക്കി ചെറുപ്പം പ്രായമല്ലേ, ഞാൻ കലറിയിക്കൊണ്ടു. അങ്ങനെ കലറിയിലൊന്നും ആ സമയത്തും നല്ല ഇതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടൻ ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ അല്ലാതെ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട് എന്നല്ലാതെ വളരെ സംസാരിക്കാതെ അല്ലേ അവനവൻ്റെ കർമ്മം മാത്രം ചെയ്യുന്ന ഒരാളാണ്. എന്ത് തോന്നുന്നു കൃഷ്ണേട്ടനെ കുറിച്ച് പറയുമ്പോൾ? നമ്മൾ തറവാട്ടിലെ എല്ലാ തറവാട്ടിലും കൃഷ്ണേട്ടനില്ലാണ്ട് ഒരു തെയ്യവും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ തറവാട്ടിലും സജീവമായിട്ടുണ്ടാകുന്ന ഒരാളാണ് കൃഷ്ണേട്ടൻ. അപ്പോൾ രാമവില്യം കഴകത്തിൽ മാത്രമല്ല തൊട്ടടുത്ത തറവാടുകളിൽ ഇതുപോലെ തെയ്യോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നടന്ന അതിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും അതിന്റെ ധാരണകളും ഇതൊക്കെ കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ടൻ തന്നെ, എല്ലാം കൃഷ്ണേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. പിന്നെ അത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും. വേറെ എന്തൊക്കെ ഓർമ്മകളാണ് കൃഷ്ണേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ? കൃഷ്ണൻ എല്ലാ കാര്യത്തിലും സജീവമാണ്. ഏത് അടിയന്തരാധികാരി ആയാലും ഭക്ഷണകാരി ആയാലും എന്ത് കാര്യത്തിലും കൃഷ്ണൻ സജീവമായിട്ട് പ്രവർത്തിക്കും. അത് നമ്മളിവിടെ കാണുകയും ചെയ്തു. ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ, ഒരു നിമിഷം പോലും ഇരിക്കാതെ അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ പെരുങ്കളിയാട്ടങ്ങൾ കൂടിയതിൻ്റെ ഒരു ഓർമ്മയും അതിൻ്റെ ഒരു തഴക്കവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വളരെ നിസ്വാർത്ഥമായി ഇവിടെ ഒരു കാര്യത്തിനും പൈസയൊന്നും കൈപ്പറ്റാതെ തന്നെ എല്ലാ കർമ്മങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് വളരെ നിസ്വാർത്ഥമായി ചെയ്യുകയാണ്. അത് പറഞ്ഞു നടക്കാതെ തന്നെ ചെയ്യുകയാണ്. വലിയ സന്തോഷം തോന്നുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒപ്പമൊക്കെയാണ് നമ്മളും ജീവിക്കുന്നത് എന്ന് അറിയുമ്പോൾ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം ഭക്ഷണ വിതരണത്തിനായി വാഴയിലകൾ തയ്യാറായത് കുണിയനിൽ നിന്നാണ്. കുണിയനിലെ MV കുഞ്ഞിക്കോരനാണ് ഇതിനു വേണ്ടി തന്നെ 4000-ഓളം വാഴകൾ നട്ടത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിലെ ഭക്ഷണ വിതരണത്തിനായി വിഷരഹിത വാഴയില കുണിയനിൽ നിന്ന് പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും കരാറുകാരനുമായ MV കുഞ്ഞിക്കോരനാണ് കുണിയൻ മുങ്ങംപാലത്തിന് സമീപം 60 സെന്റ് സ്ഥലത്ത് 4 മാസം മുൻപ് വാഴകൃഷി ആരംഭിച്ചത്. പെരുങ്കളിയാട്ടത്തിനെത്തുന്നവർക്ക് ഇതര സംസ്ഥാന ഇലകൾ ഒഴിവാക്കി വിഷരഹിത വാഴയിലയിൽ തന്നെ ഭക്ഷണം നൽകണമെന്ന ആഗ്രഹമാണ് സ്വന്തമായി വാഴകൃഷി ചെയ്യാൻ കുഞ്ഞിക്കോരന് പ്രേരണയായത്. രാമവില്യം കഴകത്തിലേക്ക് 5-ാം തീയതി കളിയാട്ടം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് MV കുഞ്ഞിക്കോരനും എൻ്റെ ഏച്ചിയും കൂടെ ആക്കി വാഴത്തോട്ടമാണ് ഇവിടെ കാണുന്നത്. ഒരു 2 ട്രിപ്പ് ഇല ഇതിൽ നിന്ന് മുറിച്ച് കൊണ്ടുപോയി. അടുത്തത് കളിയാട്ടം കൂടി ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപാട് ബാക്കിയിലെല്ലാം മുറിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഭാര്യ K സുശീലയും സഹോദരി ഭർത്താവും ഒക്കെ സഹായത്തിനുണ്ടായിരുന്നു. 1000 സോദരി കന്നുകളാണ് ആദ്യം നട്ടിരുന്നതെങ്കിലും ഒരു കന്നിൽ നിന്ന് 3-4 വാഴകൾ ഉണ്ടായതോടെ 4000-ഓളം വാഴകളാണ് വളർന്നു വന്നത്. സൗജന്യമായാണ് ക്ഷേത്രത്തിലേക്ക് വാഴയില നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മറ്റ് വാർത്തകളിലേക്ക്. ജില്ലയിലെ മികച്ച അംഗനവാടി ഹെൽപ്പർ പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് KP സിന്ധുലേഖ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വിളയാങ്കോട് അംഗൻവാടിയിലെ ഹെൽപ്പറാണ് സിന്ധുലേഖ. 30 വർഷമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വിളയാങ്കോട് അംഗനവാടിയിലെ ഹെൽപ്പറാണ് KP സിന്ധുലേഖ. ഹെൽപ്പർ സേവനത്തിൽ കുരുന്നുകളുടെ പരിചരണവും പോഷകാഹാരവും ഉറപ്പാക്കാൻ വേണ്ടി പച്ചക്കറിത്തോട്ടവും സിന്ധുലേഖ അംഗനവാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. ശുചിത്വപൂർണമായ പരിസരവും കുട്ടികളുടെ മാനസികോല്ലാസത്തിനായി പൂന്തോട്ടവും രുചികരമായ ഭക്ഷണവും അംഗനവാടിയിലെത്തുന്ന കുരുന്നുകൾക്കായി തയ്യാറാക്കാറുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് KP സിന്ധുലേഖ പറഞ്ഞു. ഞാൻ അംഗൻവാടിയിൽ 30 വർഷമായി ജോലി ചെയ്യുന്നു. എനിക്ക് ഇക്കൊല്ലത്തെ അവാർഡ് കിട്ടിയതിൽ അതേ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ രാവിലെ 9 മണിയാകുമ്പോൾ അംഗൻവാടിയിലെത്തും. എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്, അതിനൊക്കെ വെള്ളം നനക്കും ഒക്കെ ചെയ്യും. പിന്നെ എൻ്റെ ടീച്ചറ് പൂർണ്ണമായ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അവാർഡ് മേടിക്കാൻ സാധിച്ചത്. വർക്കറില്ലാത്ത സമയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് ഇവർ. 30 വർഷക്കാലത്തെ സേവനത്തിനിടയിൽ പുരസ്കാരം ലഭിച്ചതിൽ നാടിനാകെ അഭിമാനമായി മാറിയെന്നും മികച്ച സേവനമാണ് സിന്ധുലേഖയിലൂടെ ലഭിച്ചതെന്നും അംഗനവാടി വർക്കർ K ഭാനുമതി പറഞ്ഞു. പ്രീ സ്കൂൾ പ്രവർത്തനത്തിലായാലും അതുപോലെ ബോധവൽക്കരണത്തിന് ഹൗസ് വിസിറ്റ് ആയാലും എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് പോകാറ്. അതുപോലെ നമ്മളൊരു ന്യൂട്രി ഗാർഡൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും സിന്ധു തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒത്തൊരുമിച്ചിട്ട് ഇപ്പം 30 വർഷത്തോളമായി നമ്മൾ ഈ അംഗനവാടിയിൽ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് ഹെൽപ്പർക്ക് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, ആയുർവേദ കോളേജ് എന്നിവയും അനുബന്ധ സ്ഥാപനങ്ങളും അറിയപ്പെടേണ്ടത് കടന്നപ്പള്ളി എന്ന പേരിൽ പ്രമേയം പാസാക്കി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, ആയുർവേദ കോളേജ് എന്നിവയും അനുബന്ധ സ്ഥാപനങ്ങളും ഉൾപ്പെടെ 18ഓളം സ്ഥാപനങ്ങൾ പൂർണ്ണമായും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കടന്നപ്പള്ളി വില്ലേജിലെ മെഡിക്കൽ കോളേജ് 12ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രവർത്തിച്ചു വരുന്നതുമാണ്. സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാരുടെയും തൊഴിൽ നികുതി, ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ കെട്ടിട നികുതി എന്നിവ സ്വീകരിക്കുന്നതും കെട്ടിടങ്ങളുടെ അംഗീകൃത നമ്പർ അനുവദിക്കുന്നതും കോളേജുമായി ബന്ധപ്പെട്ട ജനനമരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. സ്ഥാപനങ്ങൾ പരിയാരം എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുന്നത് കാരണം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾ, കൂട്ടിരിപ്പുകാർ, പൊതുജനങ്ങൾ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവരെല്ലാം തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ആശയക്കുഴപ്പവും അനുഭവിച്ചു വരുന്നു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ജനനമരണ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുന്നതിനു പകരം പരിയാരം എന്ന സ്ഥലപ്പേര് കണ്ട് തെറ്റിദ്ധരിച്ച് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ സമീപിക്കുന്നവരും വെറും കൈയോടെ മടങ്ങുന്നവരും നിരവധിയാണ്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ചുരുക്കത്തിൽ പരിയാരം എന്ന സ്ഥലപ്പേരാണ് രോഗികളെയും സാധാരണക്കാരെയും വട്ടം കറക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രകാരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ആശയക്കുഴപ്പവും പത്രദൃശ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയാണ്. കടന്നപ്പള്ളി വില്ലേജിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ഥലനാമം ഉൾപ്പെടെ കടന്നപ്പള്ളി ആക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ രീതിയിൽ വരികയാണെങ്കിൽ ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്കും മറ്റും വലിയൊരു ആശ്വാസമായി മാറും. ഗ്രാമപഞ്ചായത്തിലേക്ക് സർട്ടിഫിക്കറ്റിനും മറ്റും വരുന്ന ആളുകൾക്ക് നേരിട്ട് തന്നെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെത്താനും സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങിപ്പോകാനും കഴിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. സ്ഥാപനങ്ങളെല്ലാം കണ്ണൂർ ടൗണിൽ നിന്നും ഉദ്ദേശം 35 കിലോമീറ്റർ അകലെ വടക്കുമാറി NH66 ചേർന്ന് കടന്നപ്പള്ളി വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലപരിചിതമില്ലാത്ത മറ്റു ജില്ലകളിൽ നിന്നടക്കം കോളേജിനെ ആശ്രയിച്ച് വരുന്നവർക്ക് കോളേജ് നിലനിൽക്കുന്ന പ്രദേശം അല്ലെങ്കിൽ സ്ഥാനം കൃത്യമായി തിരിച്ചറിയേണ്ടതിലേക്കായി കോളേജിന്റെ പേരിനൊപ്പം കടന്നപ്പള്ളി എന്ന പേര് ചേർക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ആയതിനാൽ പൊതുജനങ്ങളുടെയും ഓഫീസ് ജീവനക്കാരുടെയും പ്രയാസങ്ങളും ആശയക്കുഴപ്പവും ദൂരീകരിക്കുവാൻ സ്ഥാപനങ്ങൾ കടന്നപ്പള്ളി എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടേണ്ടതിലേക്കായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും MLA M വിജിനും അയച്ചു കൊടുത്തിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പെരുമ്പയിലെ മലിനമാക്കപ്പെട്ട കിണർ ശുദ്ധീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി തുടങ്ങി. നഗരസഭ ആരോഗ്യ വിഭാഗം എത്തി കിണറിൽ ക്ലോറിനേഷൻ നടത്തി. സമീപത്തെ മരത്തടികളും നീക്കി തുടങ്ങി. പയ്യന്നൂർ പെരുമ്പയിൽ മലിനീകരിക്കപ്പെട്ട കിണർ ശുദ്ധീകരിച്ച് പൂർവ്വസ്ഥിതിയിലാകാൻ നടപടി തുടങ്ങി. കിണറിന് സമീപത്ത് നിന്നും മുറിച്ചു മാറ്റിയ മരത്തിന്റെ തടികൾ എത്രയും വേഗത്തിൽ നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ മരത്തടികൾ നീക്കി തുടങ്ങി. നഗരസഭ ആരോഗ്യ വിഭാഗം എത്തി കിണർ ജലം പരിശോധിച്ച് കിണറിൽ ക്ലോറിനേഷൻ നടത്തി. കാലങ്ങളായി പെരുമ്പ നിവാസികളും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ഉപയോഗിച്ചിരുന്ന കിണർ മലിനമാക്കപ്പെട്ടതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഇതേ തുടർന്ന് നഗരസഭ PWD അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പെരുമ്പയുടെ ഹൃദയഭാഗത്ത് 100 വർഷത്തോളം പഴക്കമുള്ള കിണർ സമീപത്തെ മരം മുറിച്ച് മാറ്റിയതിനെ തുടർന്ന് ഓവുചാലിലെ വെള്ളം കലർന്ന് മലിനമായ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഉപ്പുവെള്ളക്കെടുതി രൂക്ഷം. കൃഷിയിറക്കിയ 100 കണക്കിന് ഏക്കർ കൃഷിയിടമാണ് ഉപ്പുവെള്ളം കയറി നാശോന്മുഖമായത്. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലൊന്നായ ചെറുകുന്നിലെ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളം കയറി നശിക്കുകയാണ്. പാടത്തും പറമ്പിലും ഉപ്പുവെള്ളം കയറിയ അവസ്ഥയാണ്. ആയിരക്കണക്കിന് തെങ്ങുകളാണ് ഉപ്പ് നെഞ്ച് പടർന്ന് കരിഞ്ഞുണങ്ങുന്നത്. നെല്ല്, ഉഴുന്ന്, പയർ, പച്ചക്കറികൾ ഉൾപ്പെടെ ഒട്ടനവധി ഇനങ്ങൾ കൃഷിയിറക്കിയ 100 കണക്കിന് ഏക്കർ കൃഷിയിടം നാശോന്മുഖമായി. കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് പുഴയോരത്തെ ചിറ കവിഞ്ഞൊഴുകിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേലിയേറ്റ സമയത്തും വൻതോതിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ട്. താവം, പുന്നച്ചേരി, ദാലിൽ, കുന്നനങ്ങാട്, പഴങ്ങോട്, കട്ടക്കുളം, മുട്ടിൽ, പള്ളിക്കര തുടങ്ങിയ മേഖലയാകെ ഉപ്പുവെള്ളം കയറിയതിന്റെ ദുരിതത്തിലാണ്. കൃഷിനാശത്തോടൊപ്പം കിണറുകളിലെ കുടിവെള്ളവും മലിനപ്പെടുകയാണ്. നിലവിൽ രൂക്ഷമായ ഉപ്പുവെള്ളക്കെടുതിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കലക്ടർക്കും M വിജിൻ MLAക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇന്നലെ തന്നെ M വിജിൻ MLAക്കും
ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ട് പരാതികൾ അയച്ചിട്ടുണ്ട്. പുഴയോരം പൂർണ്ണമായും കെട്ടി സംരക്ഷിച്ചാലേ വെള്ളത്തിന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തെ ചെറുക്കാനാകൂ. ഉപ്പുവെള്ളക്കെടുതിക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ പെരുമ്പ ലിങ്ക് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് 40 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കണമെന്ന് ടി മധുസൂദനൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പയ്യന്നൂർ നഗരസഭയിലെ പഴയ ഹൈവേ KSRTC ഡിപ്പോയ്ക്ക് സമീപം മുതൽ അപ്രോച്ച് റോഡ് മുതൽ സെൻട്രൽ ബസാർ റോഡ് ആരംഭിക്കുന്നതുവരെയുള്ള പയ്യന്നൂർ പെരുമ്പ ലിങ്ക് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് 40 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി മധുസൂദനൻ MLA അറിയിച്ചു. നിലവിലുള്ള റോഡ് മെക്കാഡം ടാർ ചെയ്ത് നവീകരിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കണമെന്ന് MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായി സമിതി കുന്നരു രാമന്തളി യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രാമന്തളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വ്യാപാര വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ചെറുത്തുനിൽപ്പ് വിളംബരം ചെയ്തുകൊണ്ട് രാമന്തളി പട്ടണത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന് പിന്നാലെ വരുന്ന വ്യാപാരി സമൂഹം നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക, രാമന്തളി ടൗൺ അലൈൻമെന്റിൽ നിന്നും ഒഴിവാക്കുക, ഭൂമിയും കടകളും നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കച്ചവടം നടത്തിക്കൊണ്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്ന സാധാരണ കച്ചവടക്കാർ ഒരു ദിവസത്തെ വേതനത്തിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു വരുമാനവും ഇല്ലാതെ, പണ്ടൊക്കെ കച്ചവടക്കാരനെ മുതലാളി എന്നാണ് പറയാറുള്ളതെങ്കിൽ നമുക്കൊരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം പോലും ലഭിക്കാതെ കച്ചവടം തൊഴിലായി സ്വീകരിച്ച് ഈ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഈ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന നിലപാട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നിലപാട്. വ്യാപാരികൾക്ക് ജീവിക്കണ്ടേ? അവരെ ആശ്രയിച്ച് നിൽക്കുന്ന തൊഴിലാളികളില്ലേ? ഇപ്പോൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കുപ്പത്തി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ KV പങ്കജാക്ഷൻ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, E സജീവൻ, KC രവീന്ദ്രൻ, C നളിനാക്ഷൻ, K ദിനേശൻ, M രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാമന്തളി പഞ്ചായത്തിലെ UDF അംഗങ്ങൾ പഞ്ചായത്തിലേക്ക് പ്രകടനമായി എത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. രാമന്തളി പഞ്ചായത്ത് UDF ചെയർമാൻ PV സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി പഞ്ചായത്തിന് CRZ ഇളവ് അനുവദിച്ചിട്ടും അത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസം വൈകുന്നു. ഇതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇടപെടൽ നടത്തുക, 7 വർഷത്തെ വാറണ്ടിയോടുകൂടി സ്ഥാപിച്ച നിലാവ് സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തനം നിലച്ചത് റിപ്പയർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക, വിവിധ വാർഡുകളിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാമന്തളി പഞ്ചായത്ത് UDF അംഗങ്ങൾ പ്രകടനമായി എത്തി നിവേദനം നൽകിയത്. രാമന്തളി പഞ്ചായത്ത് UDF ചെയർമാൻ PV സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ, സ്വന്തം പാർട്ടി താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാമന്തളി പഞ്ചായത്തിനകത്ത് നടന്നു വരികയാണ്. ഇവിടെ CRZന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. തീരദേശ പ്രദേശങ്ങളിൽ ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശത്ത് ഗവൺമെന്റ് തലത്തിൽ CRZനെ പഞ്ചായത്തിനെ CRZ പരിധിയിൽ നിന്നും ഇളവനുവദിച്ച് കിട്ടിയെങ്കിലും അത് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിൽ നടപ്പിലാക്കാൻ ഇന്നത്തെ തീയതി വരെ ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ KC, മൊയ്തു M, അബ്ദുൽ അസീസ് P, നാരായണി PP, ഷുഹൈബ PK, ജയരാജൻ C, മുഹമ്മദ് MP എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി. ക്ഷേത്ര സന്നിധിയിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും വട്ടളം പായസം വിതരണം ചെയ്തു.
കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. എല്ലാ വർഷവും കുംഭം 21-നാണ് ക്ഷേത്രത്തിൽ വലിയ വട്ടളം പായസം എന്ന വിളിപ്പേരിൽ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ വ്രതശുദ്ധിയോടെ രാവിലെ എത്തുന്ന ബാല്യക്കാർ 4ഓളം വലിയ അടുപ്പുകളിൽ പായസമുണ്ടാക്കി ക്ഷേത്രത്തിൽ നിവേദിച്ച് വിതരണം ചെയ്യുകയാണ് പതിവ്. ക്ഷേത്രപരിധിയിലെ ആബാലവൃദ്ധം ജനങ്ങളും വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി നിവേദ്യ പായസം സ്വീകരിക്കുന്നു. വലിയ വട്ടളം പായസത്തിന് 160 കിലോ ഉണക്കലരിയും ശർക്കരയും സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിക്കുന്നു. ക്ഷേത്രം സമുദായക്കാരാണ് നേതൃത്വം നൽകുന്നത്. കുംഭം 21 കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നാട്ടുകാർക്ക് മൊത്തത്തിൽ പായസം വിതരണം ചെയ്യുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ ബിഹൈൻഡ് ദ കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയാണ് 2025 നാടക പ്രതിഭ. കണ്ണൂർ സരസ്വതിക്കാണ് നാടക ഗുരുപൂജ പുരസ്കാരം. നാടകരംഗത്തെ യുവപ്രതിഭയായി എമിൽ മാധവിയെയും തിരഞ്ഞെടുത്തു. കണ്ണൂർ ബിഹൈൻഡ് കാർട്ടൺ തിയേറ്റർ ഗ്രൂപ്പിന്റെ 9ാമത് സംസ്ഥാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയാണ് 2025 നാടക പ്രതിഭ. കണ്ണൂർ സരസ്വതിക്കാണ് നാടക ഗുരുപൂജ പുരസ്കാരം. നാടകരംഗത്തെ യുവപ്രതിഭയായി എമിൽ മാധവിനെയും തെരഞ്ഞെടുത്തു. നാരായണൻ കാവുമ്പായിയാണ് സാഹിത്യശ്രീ. നൃത്തരംഗം, കഥാപ്രസംഗം, ഗാനരചന, ഫോട്ടോഗ്രാഫി, കഥകളി, ചിത്രരചന, തെയ്യം, മിമിക്രി, ഹ്രസ്വചിത്രം, മൂകാഭിനയം തുടങ്ങി വിവിധ മേഖലകളിലെ 30ഓളം കലാകാരന്മാരും പുരസ്കാരത്തിന് അർഹരായി. മാർച്ച് 27 വൈകിട്ട് 5 മണിക്ക് ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ ചെറുകുന്നിൽ അറിയിച്ചു. ചടങ്ങിൽ നർത്തകൻ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ ജൂറിമാരായ TP സുനിൽകുമാർ, വിനോദ് ചെറുകുന്ന്, ചലച്ചിത്ര നടൻ ഉണ്ണിരാജ്, ബിജു ഇരണാവ്, VV മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെങ്ങൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങൽ കുണ്ടത്തിൻകാവ് കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ സാംസ്കാരിക സന്ധ്യയും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്തു. കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആ നാടകം കളിച്ചോണ്ട് നാടകം എന്നെ മാറ്റിയാൽ പോയ ആളാണ്. അപ്പൊ നാടകം കണ്ടില്ല, അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടത്താം. അന്നത്തെ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഒന്നുമില്ല കൊടുക്കാൻ പറ്റില്ല. 5 ഉറുപ്പിക ഇല്ലാത്ത സമയത്ത് അങ്ങനെ അയ്പൂർപ്പ് കൊടുക്കല് 33 വർഷം കൊണ്ട് 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുമില്ല. ആ ഒരു ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് നമുക്കത് അത് സങ്കടമില്ല. ഒന്നുമില്ലാത്ത ഒരു കാലാണത്. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി P ദിനേശൻ, KT മനോഹരൻ, ഏഴാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ, നിശാന്ത് കാപ്പാടൻ, AK പ്രേമചന്ദ്രൻ, MP രവീന്ദ്രൻ, KV ഹനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലുള്ള വെള്ളരി വിളവെടുത്തു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിനുള്ള കലവറ നിറയ്ക്കലുമായി ബന്ധപ്പെട്ടാണ് വിളവെടുത്തത്. കൃഷിക്കും കാർഷിക സംസ്കാരത്തിനും ഉറച്ച വേരോട്ടമുള്ള മണ്ണിൽ നിന്നും വെള്ളരി കൃഷി വിളവെടുപ്പിൽ നൂറുമേനി. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വെള്ളരി കൃഷി ചെയ്തത്. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിനുള്ള കലവറ നിറക്കലുമായി ബന്ധപ്പെട്ടാണ് കൃഷി നടത്തിയത്. തികച്ചും ജൈവ രീതിയിലാണ് 50 സെന്റ് സ്ഥലത്ത് കൃഷി നടത്തിയത്. PP തമ്പാൻ, M രഘുനാഥൻ, PP ഷൈജു, അഡ്വക്കേറ്റ് V സുമേഷ്, ജോയ്കുമാർ, രജനി ജോയ്, കൂട്ടായിക്കാർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ്, ക്ഷേത്രം വെളിച്ചപ്പാടൻ ഗംഗാധരന് ഉൽപ്പന്നം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് രാമവില്യം പെരുങ്കളിയാട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത് കിടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ കൃഷി അവിടത്തേക്ക് വേണ്ടുന്ന കലവറയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃഷിയുടെ ആരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഈ സ്ഥലത്തും നമ്മൾ വെള്ളരി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ക്ഷേത്രമാചാരക്കാരും സമുദായക്കാരും കൂട്ടായിക്കാരും ബാല്യക്കാരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 15 ക്വിൻ്റലിലധികം വരുന്ന വെള്ളരി പെരുങ്കളിയാട്ടത്തിന്റെ 4ാം ദിവസം മാർച്ച് 8-ന് ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയുടെ ഭാഗമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
പിലാത്തറ സെന്റ് ജോസഫ് കോളേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് എന്നിവയുടെയും ഫെഡറൽ ആശ്വാസ് ഓർഗനൈസിന്റെയും ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് എന്നിവയുടെയും ഫെഡറൽ ആശ്വാസ് ഓർഗനൈസിന്റെയും ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ഫെഡറൽ ആശ്വാസ് മാനേജിംഗ് ട്രസ്റ്റിമാരായ ജോൺ കുര്യൻ, സുമാവർമ്മ, പി ഇന്ദിരാദേവി, കൗൺസിലർ ടി.പി. ജയരാജൻ, ഫെഡറൽ ബാങ്ക് പഴയങ്ങാടി ശാഖാ മാനേജർ അഞ്ജന, കോളേജ് പ്രിൻസിപ്പൽ ഡെന്നി ഫിലിപ്പ്, ടി.വി. വൃന്ദ, ടി. അഖില എന്നിവർ സംസാരിച്ചു. Giving advocacy for financial literacy among various sections and clients of the banks and common people and those who are doing financial transactions in the society. So this has been going on. The present, our councillor is the 4th councillor. We had earlier 3 more people here working in this. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധേയരായ 2 മലയാളികളിൽ ഒരാൾ ചീമേനി പൊതാവൂർ സ്വദേശി പെരുന്തട്ട വീട്ടിൽ മുരളീധരൻ. ചീമേനിയിലും മറുനാട്ടിലും ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചേറ്റിയ മുരളീധരൻ നാട്ടുകാരെയും വീട്ടുകാരെയും കാണാതെയാണ് എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും പുറത്തായത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം എത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടിയ തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 അംഗ സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, ആയുർവേദ കോളേജ് എന്നിവയും അനുബന്ധ സ്ഥാപനങ്ങളും അറിയപ്പെടേണ്ടത് കടന്നപ്പള്ളി എന്ന പേരിൽ. പ്രമേയം പാസാക്കി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ബിഹൈൻഡ് ദ കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി 2025 നാടക പ്രതിഭ. കണ്ണൂർ സരസ്വതിക്ക് നാടക ഗുരുപൂജ പുരസ്കാരം. നാടകരംഗത്തെ യുവപ്രതിഭയായി എമിൽ മാധവിയെ തിരഞ്ഞെടുത്തു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.